ഒരു വെറൈറ്റി മീൻ കറിയാണ് ട്രൈ ചെയ്യുന്നത്. അത് എന്ത് മീനാണെന്നറിയാം, തെരണ്ടി എന്ന് പറയും. തെരണ്ടി മീനാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത്. അതിന്ന് ഇപ്പൊ ഈ സീസണിൽ അത് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇതിനെ കണ്ടപ്പോൾ വിചാരിച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അരമുറി തേങ്ങ ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ തീയലിന് നമ്മൾ വറക്കുന്നത് പോലെ, ഉള്ളി തീയൽ, കൊഞ്ച് തീയലൊക്കെ വെക്കത്തില്ലേ, അതിനുവേണ്ടി നമ്മൾ വറക്കുന്നത് പോലെ തന്നെ ഈ തേങ്ങേനെ നല്ലതായിട്ട് വറുത്തെടുക്കുക. ബ്രൗൺ കളർ ആകുന്നിടം വരെ തേങ്ങ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട്, ചെറിയ ചൂടിലിട്ട് വറുത്തെടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത്തിരി സമയം എടുത്ത് തന്നെ ചെയ്താൽ മതി. പക്ഷെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ എടുക്കാതെ ഇളക്കിയെടുക്കുക. ഏകദേശം ഈ കളർ ആകുന്നതും വരെ നമ്മൾ ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 കുരുമുളക് പൊടിക്കാത്തത്, നിങ്ങൾക്ക് എണ്ണം വേണമെങ്കിൽ കൂട്ടാം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് പിന്നെയും ഇതിനെ ചൂടാക്കി എടുക്കാന്ന് വെച്ചാൽ ഒത്തിരി കരിഞ്ഞു പോകരുത്. മുളക് പൊടി ഇടുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളതിനെ ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം പുളിയും, ഞാൻ ഈ കാണിക്കുന്ന അത്രയും പുളിയും കൂടെ എടുത്ത് ഈ ഒരു പൊടികളുടെ കൂടെ തന്നെ, ഈ ഒരു മിക്സിയിൽ കൂടെ തന്നെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കതിനെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആറിയതിന് ശേഷമാണ് നമ്മളിതിനെ അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമ്മളതിനെ അരച്ചെടുക്കണം. അപ്പം ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആക്കിയതിന് ശേഷം നമുക്കതിനെ മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ഒരു 20 ഉള്ളി ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 7 പച്ചമുളക്, ഇതിൽ നമുക്ക് വെളുത്തുള്ളി കുറവാണ് ഈ മീൻ കറി, ഒരു 4 വെളുത്തുള്ളി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഓയിലുമാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ചിട്ടാണ് മീൻ നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ഒരു ചട്ടിക്കകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തെരണ്ടി, കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന തെരണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മളിതിനെ അടച്ച് വെച്ച് വേവിക്കണം. ഇത്തിരി വേവുണ്ട്, വെന്ത് കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലത്തെ മീനാണിത്. ഓക്കെ, അതിൻ്റെ മാംസം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത്, ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, കല്ലുപ്പും കൂടെ ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ ഇളക്കി ഇതിനെ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇത്തിരി സമയം എടുക്കും. കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. മീനിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് ഇളക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുകയാണ്. ഇട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. നമ്മളിതിനെ അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം. പിന്നെ വെള്ളമൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മീൻ വേവുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ അരപ്പ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഇനി അതിനകത്ത് ആ മിക്സി ഒന്ന് കഴുകി അതിലെ വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്കതിനെ വീണ്ടും അടച്ചു വെച്ച് പിന്നെയും ഒന്നും കൂടെ നല്ല രീതിയിൽ തിളയ്ക്കുന്നിടം വരെ നമ്മളതിനെ അടുപ്പിൽ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ യൂസ് ചെയ്താൽ മതി. അങ്ങനെ തന്നെ നമ്മൾ വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വീണ്ടും ഇതിനെ ഒന്നും കൂടെ വേവിക്കാൻ വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് പിന്നെ വേറെ പരിപാടികളൊന്നും വലുതായിട്ട് ഇതിനകത്തില്ല. വേറെ എളുപ്പം നമുക്ക് വെക്കാം. ഒത്തിരി സിമ്പിളാണ്. ഈ ഒരു തേങ്ങയും മുളകും ഒന്ന് വറുത്തെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ലാസ്റ്റായി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും വെച്ചിട്ട്
ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് അടച്ചു വെക്കുവാണ്. അടച്ചു വെക്കുമ്പോഴേക്കും നമുക്ക് ടേസ്റ്റി തെരണ്ടി തീയൽ കറി നമുക്ക് റെഡിയാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കൂടുതലായി ചെയ്യുന്നത് തിരുവനന്തപുരത്തോട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അവിടെയായിട്ടാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. എനിക്ക് കിട്ടിയതാണ് ഈ ഒരു റെസിപ്പി. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം കമൻസ് വഴി എന്നെ അറിയിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.